കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് അടൂർ പ്രകാശ് he have identified something around 80 to 1 lakh proxy voters Attingal. So what they did, they directly went to the returning officer, also district collector ആയിരിക്കും returning officer, അവരോട് പറഞ്ഞു, and district collector immediately issued a warning. She made a press conference and immediately issued a warning. Those who are going to go for proxy, the 2-year imprisonment. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ജയിച്ചു. 45,000. ഒരു ലെഫ്റ്റ് ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിച്ചു. It has come from some of the members in our team. ഞങ്ങളുടെ കുറച്ച് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിരുന്ന ആളുകൾ ഞങ്ങളുടെ ഒഫീഷ്യലി. ഈ വാക്കുകൾ പ്രേക്ഷകർ കേട്ട ഈ വാക്കുകൾ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുടെ ജയരാജ് കൈമൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരോർക്കണം, ജയരാജ് കൈമൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം നേരത്തെ അടൂർ പ്രകാശിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. BJP നേതാവ് എങ്ങനെയാണ് അടൂർ പ്രകാശിന് കോൺഗ്രസ് നേതാവിന് വേണ്ടി പ്രവർത്തിക്കുക, അതും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ? ഇത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ആരാണ് BJP, ആരാണ് കോൺഗ്രസ് എന്നറിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമില്ല. അദ്ദേഹം പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 1 ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. 1 ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ വോട്ടുകൾ കണ്ടെത്താൻ സഹായിച്ചത് ഞങ്ങളുടെ ടീമാണ്. ഞങ്ങളുടെ ടീം അക്കാര്യം റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കുന്നു. ജില്ലാ കലക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർ അടിയന്തരമായി ഒരു വാർണിംഗ് സന്ദേശം അയക്കുന്നു. ഇങ്ങനെ ഇരട്ട വോട്ടുള്ളവർ ഇരട്ട വോട്ട് ചെയ്താൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന്. അങ്ങനെ ആ വോട്ടുകൾ ഒന്നും ചെയ്തില്ല. ഇരട്ട വോട്ടുകളെക്കുറിച്ച് വലിയ ക്യാമ്പയിൻ നടന്നു. വലിയ കുറ്റമാണ് വോട്ട് ചെയ്യുന്നത് എന്ന് വന്നു. അങ്ങനെ ചർച്ച വന്ന സാഹചര്യത്തിൽ ആ വോട്ടുകൾ ചെയ്തില്ല. അങ്ങനെ അടൂർ പ്രകാശ് മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലം അത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ്, ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ്. ആ മണ്ഡലം ആദ്യമായി കോൺഗ്രസ് കൈപ്പിടിയിലൊതുക്കി എന്ന് വെച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യമായി അവിടെ ജയിച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജയിച്ചു. ആര്? അടൂർ പ്രകാശ് ജയിച്ചു. ആ ജയിക്കാൻ കാരണക്കാരൻ ഞാനും എൻ്റെ ടീമുമാണ്. ഞാനും എൻ്റെ ടീമും അന്ന് അടൂർ പ്രകാശിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ജയരാജ് കൈമൾ പറയുന്നത്. ജയരാജ് കൈമൾ ആരാണ് എന്ന് ആദ്യമേ പറഞ്ഞു. BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ചോദ്യമൊന്നും ചോദിക്കരുത്. ആ ചോദ്യം ഒക്കെ ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടെന്നാൽ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിന് സെക്രട്ടറി ആകണമെങ്കിൽ അദ്ദേഹം BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിരിക്കണമല്ലോ, പ്രധാനപ്പെട്ട ആളായിരിക്കണമല്ലോ. അതിനേക്കാളപ്പുറത്ത് അദ്ദേഹം വിശ്വസ്തനായിരിക്കണം നേതാക്കളുടെ, പാർട്ടിയുടെ. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ BJP പ്രവർത്തിച്ചത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരുന്നില്ല, പ്രവർത്തിച്ചത് അടൂർ പ്രകാശിന് വേണ്ടിയിട്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി അതിനുണ്ട്. ആരായിരുന്നു കഴിഞ്ഞ തവണ 2019 ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി? ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും നല്ല മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മണ്ഡലത്തിൽ. BJPക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വോട്ടുകൾ മണ്ഡലത്തിൽ സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് ഏതൊക്കെ ഘടകങ്ങളെ മറികടന്നാണ്? ശോഭാ സുരേന്ദ്രൻ BJPയിൽ എവിടെ നിൽക്കുന്നു? ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന നേതൃത്വമായ V മുരളീധരൻ്റെയും K സുരേന്ദ്രൻ്റെയും എതിർ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ശോഭാ സുരേന്ദ്രനെ കാര്യാലയത്തിലേക്ക് അടുപ്പിക്കാറില്ലായിരുന്നു. ശോഭാ സുരേന്ദ്രനെ BJPയുടെ പ്രധാന പരിപാടികളിലേക്കൊന്നും ക്ഷണിക്കാറില്ലായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ സ്വാധീനമുണ്ടായതുകൊണ്ട് മാത്രം BJPക്കകത്ത് നിന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും V മുരളീധരനും തമ്മിലുള്ള ഫൈറ്റ്, BJPക്കകത്തെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഫൈറ്റ് കേരളത്തിൽ എത്രയോ വാർത്തകളെ സംബന്ധിച്ച് പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ, BJPയുടെ സംസ്ഥാന ഓഫീസിൻ്റെ സെക്രട്ടറിയായ ജയരാജ് കൈമൾ, അവിടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ജയരാജ് കൈമൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? അടൂർ പ്രകാശിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ എത്രത്തോളമുണ്ട് BJPക്കകത്തെ തമ്മിലടി എന്ന് ഇതിലൂടെ വ്യക്തമാകും. അതോടൊപ്പം തന്നെ സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആൾ എന്നതുകൂടി നാം ആലോചിക്കണം. സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആൾ, എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾ എങ്ങനെ
BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഓഫീസ് സെക്രട്ടറിയായി വരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്ന് വെച്ചാൽ ഇവിടെ BJP ഏതാണ് കോൺഗ്രസ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം കൂടി ഇതിനെ കണക്കാക്കാം.